ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തൊക്കെ എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളതെന്ന് നോക്കാം. ഇന്ന് നിങ്ങളുടെ മണി എനർജി എന്താണെന്ന് നോക്കട്ടെ. എന്താണ് നിങ്ങളുടെ മണി എനർജി? എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മണി എനർജി? ഓക്കെ, നോക്കാം. എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മണി എനർജി? ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഓഡ് ജോബ്സ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമുക്കൊരു ജോബ് ഉണ്ടായിരിക്കും അല്ലേ. നമുക്കൊരു ഓൾറെഡി നമ്മളൊരു റണ്ണിങ് ഇൻകം ഉള്ള ആളായിരിക്കും. അതായത് എല്ലാ മാസവും നമുക്ക് ശമ്പളം കിട്ടുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഒരു നെക്സ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടും. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആ ഒരു ചിന്തയുള്ള ആളുകളായിരിക്കും. എങ്ങനെയെങ്കിലും കുറച്ചും കൂടെ ഏൺ ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ചും കൂടെ മറ്റൊരു സോഴ്സിൽ നിന്നും കൂടെ പണം കിട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നിങ്ങൾ പല സോഴ്സും ചിന്തിച്ചിട്ടുള്ള ആളുകളാണ് എങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ചിന്തയിൽ തന്നെ ആ ഉത്തരവുണ്ട്. നിങ്ങൾ നെക്സ്റ്റ് ഒരു കരിയറായിട്ട് ലീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സപ്ലിമെൻ്ററി ഇൻകമായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇപ്പോൾ മനസ്സിൽ എന്ത് ആശയമാണോ ഉള്ളത് അതൊരു ഓൾ ത്രൂ ദ ഇയർ കരിയറായിട്ട് പറ്റത്തില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പൈസ വേണ്ടുന്ന സമയങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻകം ജനറേഷൻ സോഴ്സായിട്ട് അത് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്നേ ദിവസം മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആശയം ഉണ്ടെങ്കിൽ നിങ്ങളത് ഡെവലപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു കാർഡ് അതാണേ. രണ്ടാമത്തത് ഹെൽപ്പറാണ്. ഇതിനകത്ത് കൂടുതലും നിങ്ങളുടെ ജോബ് ഒന്നുകിൽ ഒരു ക്യാഷ്യർ ആണോ, അതോ സെയിൽസിലാണോ, അതോ കോൾ സെൻറ്റർ റോൾസ് ആണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ജോബുകൾ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങളതിന് അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾക്ക് അസിസ്റ്റൻസ് ആയിട്ട് ജോലി കിട്ടും. അത് അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടും. അതിനുശേഷം യു ക്യാൻ ബി ദ മെയിൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പറായിട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻ്റായിട്ട് ജോബിൽ കയറാൻ പറ്റും. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഒന്നാമതായിട്ട് എത്താനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്നൊരു ജോബ് സീക്ക് ചെയ്യുക എന്നതിനേക്കാൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുമോ എന്നും കൂടെ നോക്കണം. നിങ്ങൾക്ക് ജോബ് വേണം, പൈസ വേണം, അത് ഓക്കെയാണ്. പക്ഷേ നിങ്ങൾക്കത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഭയങ്കര നിരാശ തോന്നുന്ന, മടുപ്പോടുകൂടി ചെയ്യുന്നതാവരുത്. അത് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഒരു ജോബ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബുകളൊക്കെ നോക്കാം. ഏതൊക്കെയാണ്? ക്യാഷ്യർ, സെയിൽസ്, കോൾ സെൻറ്റർ ജോബ്സ്, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ആ മേഖലയിൽ ഒരു ജോബ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ. ഓക്കെ, 2 ക്ലൂ മണിയുടെ കാര്യത്തിൽ കിട്ടിയില്ലേ? അപ്പം അതൊരു നല്ല ഇതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഏത് കാർഡ് വെച്ച് റെഡി ചെയ്യണം? സ്റ്റീം പങ്കെടുക്കാം. ഓക്കെ, ഇന്ന് കഴിഞ്ഞ ദിവസം ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണ് ഇത്രയും അധികം കാർഡുകൾ, ഓരോ കാർഡ് ഓരോന്നാണോന്ന്. ഈ റൈഡർ ആൻഡ് വൈറ്റിൻ്റെ കാർഡ്സ് എല്ലാം സെയിം തന്നെയാണ്. അല്ലാത്ത കുറേ കാർഡ്സും ഉണ്ട് കേട്ടോ. വേറെ തോത്തിൻ്റെ കാർഡുണ്ട്. അതുപോലെ ഇത് ഓഷോ സെൻറ്റാരറ്റൊക്കെ വേറെയാണ്. ഓഷോ സെൻറ്റാരറ്റ് വേറെയാണ്, അത് വേറെ വെറൈറ്റിയാണ്. ഈ മിഡ് നൈറ്റ് മാജിക് ആണെങ്കിൽ അതുപോലെ സ്റ്റീം പങ്ക്, ഇതെല്ലാം ബ്രാൻഡ് വ്യത്യാസമാണെന്നേ ഉള്ളൂ. സെയിം കാർഡ്സ് തന്നെയാണ്. ഇതെല്ലാം റൈഡർ ആൻഡ് വെയ്റ്റിൻ്റെ തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഒറാക്കിൾ കാർഡ്സാണ്. ഈ റൊമാൻസ് ഏഞ്ചൽസും അതുപോലെ ഏഞ്ചൽസ് ആൻസേഴ്സും ഒക്കെ ഒറാക്കിൾ കാർഡ്സാണ്. അല്ലാത്ത ഇതെല്ലാം വേറെ ഡെക്കുകൾ വേറെ ആണെന്നേ ഉള്ളൂ. സെയിം തന്നെയാണ്, ഉണ്ടല്ലേ ഇതെല്ലാം. പിന്നെ ഇത് സോൾ കോൺട്രാക്ട് കാർഡ് വേറെ ഒറാക്കിൾ കാർഡാണ്. ഇനി ഇതൊക്കെ ഓരോ ബ്രാൻഡാണെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ലൈറ്റ് സിയേഴ്സ് വേറൊരു ബ്രാൻഡാണ്. ഇത് എല്ലാം നോക്കിക്കേ. ഇത് ഗൈഡൻസ് ഫ്രം ദി യൂണിവേഴ്സ് ഒരെണ്ണമാണ്, സോൾ കോൺട്രാക്ട് ഒരെണ്ണമാണ്, അതുപോലെ മണി കമ്മിങ് ഫ്രം, അതൊക്കെ സെപ്പറേറ്റ് ഒറാക്കിൾ കാർഡ്സ് ആണ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം റൈഡർ ആൻഡ് വൈറ്റിൻ്റെ സെയിം ആണ്. ഈ ഗോൾഡൻ ഫോയിലിൻ്റെ കാർഡാണെങ്കിലും സെയിം തന്നെയാണ്, റൈഡർ ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. എന്തിനാണ് ഇങ്ങനെ വെറൈറ്റി കാർഡ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സെയിം കാർഡ് തന്നെയാണോന്ന്. സെയിം കാർഡ് തന്നെയാണ് കുറേ, ബാക്കിയെല്ലാം ഒറാക്കിൾ കാർഡ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ടാരോ വെച്ചിട്ട് ഇന്നത്തെ നമ്മുടെ കറണ്ട് എനർജി ചെക്ക് ചെയ്യാം. എന്ത് എനർജിയാണ് നമുക്കിന്നുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ചാരിയറ്റ് എനർജിയാണ്. അപ്പോൾ യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്.
ചിലപ്പോൾ നിങ്ങൾ യാത്ര ചെയ്ത് ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ യാത്ര ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഫലം കിട്ടുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ജോബിന് പോകുന്നതാവണമെന്ന് നിർബന്ധമില്ല, കരിയറിന് വേണ്ടി പോകുന്നതാവണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ കരിയറിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും കാര്യത്തിന് പോകുന്നതാവാം, അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിനോ മറ്റോ പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കാണാൻ വേണ്ടി പോകുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും ആകാം. അപ്പോൾ അത് ചാരിയറ്റ് യാത്രയുണ്ട്. അതുപോലെ ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ നടക്കുകയില്ലെന്ന് നിങ്ങൾ വിചാരിച്ച കാര്യമാണ്. ഒരിക്കലും ഒരുപക്ഷെ ഇനി ഒരിക്കലും നടക്കില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിന്ന് പോയി, ഇനി അതിനൊരു മൂവ്മെൻറ്റ് ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ച ചില കാര്യങ്ങളാണ്. അവിടെ ഇന്നൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, അവിടെ യാത്ര തുടങ്ങുന്നു എന്നാണ് ഈ ചാരിയറ്റ് എനർജി പറയുന്നത് കേട്ടോ. ഇത് ചിലപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ വീട് വസ്തുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്കൊരിക്കലും വീട് വെക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ആളുകളില്ലേ, അപ്പോൾ നിങ്ങൾ അതിലേക്ക് നോക്കുക, ആ വീട് എന്നൊരാശയത്തിലേക്ക് നോക്കുക. ആ എനിക്ക് വീട് വേണമെന്നൊരാശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. ഇത് വീട് വേണ്ടവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള വീട് മനസ്സിൽ സങ്കല്പിക്കുക. എത്ര സ്ക്വയർ ഫീറ്റ്, ഏത് ടെറസ് എങ്ങനെ ആയിരിക്കണം, അതായത് ടെറസ് മീൻസ് റൂഫ് എങ്ങനെ ആയിരിക്കണം, അത് ഓടിട്ടതാണോ കോൺക്രീറ്റ് ആണോ ഷീറ്റിട്ടതാണോ, അപ്പോൾ എങ്ങനെയുള്ള വീടാണ് വേണ്ടത്, എത്ര സ്ക്വയർ ഫീറ്റ് വേണം, ഏത് കളർ വേണം, എത്ര മുറി വേണം എന്ന് പ്രിസൈസായിട്ട് കൃത്യമായിട്ട് മനസ്സിൽ സങ്കല്പിച്ചിട്ട് ആ വീടിനിലേക്ക് വന്നതിന് നന്ദി എന്ന രീതിയിലാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ വീട് വെക്കാൻ പറ്റുമോ, എനിക്കില്ല, അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ആശയം മനസ്സിൽ രൂപീകരിക്കുക, അത് സങ്കല്പത്തിൽ കൊണ്ടുവരിക, മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. എൻ്റെ വീട് ഇങ്ങനെയാണ്, വീടിനെക്കുറിച്ചൊരു മെൻ്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അതിന് വേണ്ടിയിട്ട് അത് തന്നതിന് നന്ദി എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് ഒരു ആശയം വരുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് ചാരിയറ്റ് എനർജി പറയുന്നത് കേട്ടോ. 2 ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. ഇത് കുറേ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിലെ കുറച്ച് ഒച്ചയെടുത്ത് സംസാരിച്ചാലേ അതിന് മറുപടി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വഴക്കുണ്ടാക്കി ക്ലാരിറ്റി കിട്ടുന്ന ഒരു വഴക്കാളി സ്വഭാവമുള്ള ഒരു ദിവസമായിരിക്കും. അതായത് ഭയങ്കര ധിക്കാരത്തോടുകൂടി സംസാരിക്കുക, ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുക, വഴക്കുണ്ടാക്കി കാര്യം നേടുക, ഇതൊക്കെയാണ്. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കാര്യം മനസ്സിലാവാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മളോടടുത്ത് ആരെങ്കിലും സംസാരിച്ച് വരുമ്പോൾ നമ്മളോടടുത്ത് ദേഷ്യപ്പെടുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ചെയ്ത പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കതിനെ മനസ്സിലാവുന്നില്ല, അവരെന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരെ ക്വസ്റ്റ്യൻ ചെയ്യും. അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് ഈ ക്വീൻ ഓഫ് സോർഡിൻ്റെ കാർഡ് പറയുന്നത്. അങ്ങനെ ആരോടെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നമ്മളോടും ആകും കേട്ടോ, നമ്മളോടും ആരെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ദെൻ 2 ഓഫ് കപ്സ് ആണ്. ഇതൊരു യൂണിയൻ്റെ കാർഡാണ്. യൂണിയൻ എന്ന് പറയുമ്പോൾ 2 സോളുകൾ, സോൾ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് കണക്റ്റഡ് ആയിട്ടുള്ള സോൾമേറ്റ്സ് തന്നെയാണ്. അപ്പോൾ ആ സോൾമേറ്റ്സ് ഇപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിന്ന് ആദ്യമായിട്ട് കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു സോൾ യൂണിയനാണ്. ഓൾറെഡി നിങ്ങളിൻ റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തമ്മിൽ കാണാനും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കാനും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതാണ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇവിടെ 2 ഓഫ് കപ്സിനകത്ത് 2 കപ്പ് ഓഫ് ലവ് ഉണ്ട്. അതായത് ഒരാളുടെ കയ്യിലിരിക്കുന്ന കപ്പ് മറ്റൊരാൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് അതേപടി നമുക്ക് കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. ഇനി അതെന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ദിവസമായിരിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ എന്ത് എഫേർട്ട് എടുത്താലും അതിന് കൃത്യമായ റിവാർഡ് കിട്ടാനും സാധ്യതയുണ്ട്. അതാണ് 2 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അതായത് എത്ര എഫേർട്ട് ഇടുന്നു അതിന് തുല്യമായ പരിഗണനയും റെക്കഗ്നേഷനും തിരിച്ചു കിട്ടുന്ന ദിവസമാണ് ഈ 2 ഓഫ് കപ്പ് കാണിച്ചു തരുന്നത്. അതുപോലെ സോൾമേറ്റിനെ മീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. സോൾമേറ്റിനെ കാണാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സോൾമേറ്റുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. എല്ലാ സോൾമേറ്റ്സും വന്നിട്ട് വളരെ ഹാപ്പി ആയിട്ട് വന്ന് കണ്ട് ഹായ് എന്നോട് വിശേഷം സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പോകുന്ന ആളുകളല്ല. ചിലപ്പോൾ അവർ നമ്മുടെ ലൈഫിലേക്ക് വളരെ ടെറിബിളായിട്ടായിരിക്കും കടന്നു വരുന്നത്. ചിലപ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ആദ്യമായിട്ടായിരിക്കും ഇവരെ കാണുന്നത്, പക്ഷേ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരാളായിട്ടായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് അവർ എൻ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് അവരെ കാണാനൊന്നും കിട്ടില്ല ചിലപ്പോൾ കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സോൾമേറ്റ് കൂടിയാണ് ഈ 2 ഓഫ് കപ്പിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാർഡ് 8 ഓഫ് സോർഡ്സ് ആണ്. ഇത് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രമേ ആ കാര്യം മുന്നോട്ട് പോവുള്ളൂ. പക്ഷേ നിങ്ങൾ മടി കാരണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ് ചെന്നുണ്ടോ, അങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് അവരെൻ്റെ കാര്യം ഫലം അനുഭവിക്കേണ്ട എന്നുള്ള തോന്നലുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്താൽ എന്താകും എന്നുള്ളൊരു ചിന്ത കൊണ്ടോ, അതായത് നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങളെ ഭരിക്കുന്നത്.
പക്ഷേ നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ടത്. നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങളതിലൊരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നിൽക്കുന്നതാണ് 8 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ അല്ല വേണ്ടത്. നിങ്ങൾ ശരിക്കും കൃത്യമായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് നന്നായിട്ട് കുറച്ച് സമയം വെറുതെ ഇരിക്കുക. നിങ്ങൾ ആലോചിക്കുക, ഈ പ്രശ്നം ഇങ്ങനെ വന്ന് നിൽക്കാൻ കാരണം എന്താണ്? എൻ്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ? ആണെങ്കിൽ ഞാനിതിന് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കൊരു പരിഹാരം കിട്ടും. അപ്പോൾ അത് ചെയ്യാൻ മടിയായിരിക്കും നിങ്ങൾക്കുള്ളത്. ആ മടി ഇന്ന ദിവസം പാടില്ല. ആ മടി മാറ്റി വെച്ചിട്ട് നിങ്ങൾ തീരുമാനം ഉണ്ടാക്കി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് 8 ഓഫ് സോഡ് പറയുന്നത് കേട്ടോ. ഇത് കടുത്ത മാനസിക സംഘർഷമുള്ളൊരു ആളുടെ എനർജിയാണ്. നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത നിങ്ങളുടെ മാത്രം നെഗറ്റീവ് തോട്ട്സ് കൊണ്ടാണെന്നാണ്. അപ്പോൾ എവിടെയോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അവിടെ നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ടത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ ആക്ഷൻ എടുത്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് പോകണം. ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നത് അവിടെ നിങ്ങൾ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. റിലേഷൻഷിപ്പ് ആയിരിക്കും മോസ്റ്റ്ലി, കാരണം 2 ഓഫ് കപ്പും ശേഷമാണ് 8 ഓഫ് സോഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ അവിടെ മസിൽ പിടിച്ച് നിൽക്കുന്നത്. അവിടെ മസിൽ പിടുത്തം മാറ്റിയിട്ട് നിങ്ങളായിട്ടൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ്. പേജ് ഓഫ് സോഡ്സ് ആണ് ബോട്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വീണ് പോയ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. പേജ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നമ്മളൊരു പാഠം പഠിപ്പിച്ച ഒരു കാർമിക് എൻഡിങ്ങിൽ കൊണ്ട് നിർത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. മോസ്റ്റ്ലി അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോബ് പോയ സാഹചര്യം ആയിരിക്കാം, പണം നഷ്ടപ്പെട്ട സാഹചര്യം ആയിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെ പെയിൻഫുള്ളായിട്ട് നിങ്ങൾ പെട്ടുപോയിട്ട് നിങ്ങളിപ്പോൾ പതുക്കെ ഉയർന്നു വരുന്നതേ ഉള്ളൂ എങ്കിൽ ആ സാഹചര്യത്തിൽ ഇപ്പോഴും നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിൽ ഞാൻ മുന്നോട്ട് പോയാൽ എന്താകും ഒരു പേടിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇന്ന് ആ ഒരു എനർജി വേണ്ട. നിങ്ങളിന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളായിട്ട് തന്നെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. ഓക്കെ, പേജ് ഓഫ് സോഡ്സ് പാസ്റ്റിൽ നിന്ന് ഒരാൾ വരുന്നു എന്നാണ് കേട്ടോ. പാസ്റ്റിൽ നിങ്ങളെ ശരിക്കും ബ്രോക്കൺ ആക്കിയിട്ട്, അതായത് തകർന്ന് തരിപ്പണമാക്കി നിലത്തിട്ട് ചവിട്ടി തേച്ച് അലക്കി പിഴിഞ്ഞ് അയ്യയിലിട്ടിട്ട് പോയ ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓർമ്മയിൽ നിങ്ങൾ ഇരിക്കുന്നതാണ്. ആ ഓർമ്മ കാരണം നിങ്ങൾക്കിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. മേ ബി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബ്രോക്കണായി, നിങ്ങളെ ആണ് ആ ഓപ്പോസിറ്റ് നിന്നാൾ ഉപേക്ഷിച്ച് പോയത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പെയിൻഫുൾ ആയിട്ടിരുന്ന ഒരാളാണ്. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്താണ്, പാസ്റ്റിലത്തെ ഒരു അനുഭവം കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വീണ്ടും ഒരു റിലേഷൻഷിപ്പിൽ പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ പേടി കാണും. പണ്ടത്തേത് ആവർത്തിക്കുമോ എന്നുള്ളൊരു പേടി കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പ്രിക്കോഷൻ എടുക്കും. തീരുമാനം എടുക്കാൻ നിങ്ങൾ ഭയക്കും. മുന്നോട്ട് പോകാനുള്ള ഒരു പേടി വരും. ആ പേടിയിൽ നിങ്ങൾ ഇന്ന് നിൽക്കുമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത്, കാറ്റ് അനുകൂലമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. തീരുമാനമെടുത്ത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടാണ് പുറകോട്ട് നിൽക്കുന്നതെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കേട്ടോ. അപ്പോൾ ഇൻറ്റ്യൂഷൻ ശ്രദ്ധിക്കുക. എന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു ഓഫർ വരാൻ സാധ്യതയുണ്ട്. ഒരു യങ്ങർ എനർജിയിൽ നിന്നായിരിക്കാം, ഒരു മച്ചുവർ അല്ലാത്ത ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അത് കപ്പ് ഓഫ് ലവ് ആകാം, ചിലപ്പോൾ ഒരു ജോബ് ഓഫർ ആയിരിക്കാം, ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, സർപ്രൈസ് ആയിരിക്കാം. ഒരു വളരെ ഫ്ലേർട്ടി ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വെറുതെ വന്ന് ഫ്ലേർട്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കാം. ജസ്റ്റ് ഒരു ടോക്ക്, ജസ്റ്റ് ഒരു ആളെ കണ്ടുമുട്ടി അവരോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു, പക്ഷെ അവരോട് എന്തോ ഒരു ഇൻറ്റിമസി തോന്നുന്നതായിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ പ്രണയമായിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്തിട്ട് ആരെങ്കിലും ഫ്ലേർട്ട് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്, ജോബ് ഓഫർ ആവാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് പേജ് ഓഫ് കപ്സ്. ചിലപ്പോൾ ഒരു സന്ദേശമായിരിക്കാം, ഒരു കോളോ ഒരു മെസ്സേജോ ഒക്കെ വരുന്നതാവാനും സാധ്യതയുണ്ട്. ദെൻ ഏസ് ഓഫ് വാൺസ് ആണ്. ഇന്നൊരു പുതിയ തുടക്കം ഉണ്ടെന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്കൊരു പുതിയ ജോബ് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അത് ഒരു ജോബ് ഓഫറോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ പ്രൊസീഡിങ്സ് നടക്കുന്നു എന്നുള്ളതോ, അല്ലെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് ആയി എന്നുള്ളതോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു കോള് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാളിൽ നിന്നൊരു കോള് കിട്ടുന്നതാകാനും സാധ്യതയുണ്ട്. ദെൻ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ചിലപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പുതിയൊരു സംരംഭമായിരിക്കാം, ഒരു ബൊട്ടീക്കോ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, അപ്പോൾ അച്ചാറുണ്ടാക്കി വിൽക്കുന്നവർ, പൊടിച്ച് വിൽക്കുന്നവർ, അത്തരത്തിലുള്ള സംരംഭമായിരിക്കാം. അല്ലെങ്കിൽ വലിയ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഓൺടർപ്രണർഷിപ്പ് ആയിരിക്കാം. എന്തോ ഒരു പുതിയ സംരംഭം ചിലപ്പോൾ ഇന്ന ദിവസം നിങ്ങളുടെ മനസ്സിലൊരു ആശയമായിട്ട് വരികയോ, അല്ലെങ്കിൽ അതിലൊരു പുതിയ തുടക്കം ഉണ്ടാവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് കമ്മ്യൂണിക്കേഷനെ കൂടെ കാണാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ.
ദെൻ നൈറ്റ് ഓഫ് വാൺസ് ആണ് ഇത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആളുകളോട് ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന നിങ്ങൾ വളരെ പാഷനേറ്റായിട്ട് പരസ്പരം സ്നേഹിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ നിലവിൽ ആ പാഷനൊന്നുമില്ല, അതെല്ലാം പോയി, റിലേഷൻഷിപ്പൊക്കെ എൻ്റെപ്പായി പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ ഇന്ന ദിവസം നിങ്ങൾക്ക് അവരോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയോട് കൂടിയുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഇന്ന ദിവസം അവരോട് തോന്നാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഒന്ന്. രണ്ട്, നിങ്ങൾ വളരെ പാഷനേറ്റായിട്ട് യാത്ര ചെയ്ത് ജോലി ചെയ്യാനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും, വളരെ പാഷനേറ്റായിട്ട് ചെയ്യാൻ പറ്റും. ജോലിയെ വളരെ സ്നേഹത്തോടും പാഷനേറ്റായിട്ടും ചെയ്യാൻ പറ്റും, ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളൊരു ആവേശം തോന്നും. പെട്ടെന്ന് എല്ലാ പണിയും തീർത്തിട്ട് അടുത്ത പണി ചെയ്യുക, അങ്ങനെയുള്ളൊരു ആവേശം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആവേശത്തോടു കൂടി ജോലി ചെയ്യുന്നതാണ്, കരിയറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്, അത്തരത്തിലുള്ളൊരു എനർജിയാണ് നൈറ്റ് ഓഫ് വാൺസ്. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, ഒത്തിരി വേഗത വേണ്ട. നയൻ ഓഫ് സോഡ്സ് രാത്രിയിൽ ഉറങ്ങാതിരുന്ന ആളുകളുടെ എനർജിയാണ്. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ പ്രശ്നം കൊണ്ടായിരിക്കാം, വയറുവേദനയോ തൊണ്ടവേദനയോ ഷോൾഡർ പെയിനോ ബാക്ക് പെയിനോ തലവേദനയോ വോമിറ്റിങ്ങോ ഡയറിയ ലൂസ് മോഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട്, പനി കൊണ്ടോ ഒക്കെ, ചെവിക്ക് വേദന പല്ലുവേദന, അങ്ങനെ എന്തെങ്കിലും വേദനകൾ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഉറങ്ങാതിരുന്നതാകാം. അല്ലെങ്കിൽ ഇമോഷണൽ ഔട്ട് ബ്രേക്ക് കൊണ്ടും ആകാം. ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുള്ള മാനസിക സംഘർഷം കൊണ്ട് വേദനിച്ച് മാനസികമായിട്ട് സംഘർഷപ്പെട്ടിട്ട് ഉറങ്ങാതിരിക്കുന്നതാകാം. അതുമല്ല ചിലർ പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പ്രഗ്നൻസി അബോർട്ടഡ് ആയതുകൊണ്ടോ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന ആളുകളെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഈ നയൻ ഓഫ് സ്വോർഡ്സ്. അതായത് ഉറക്കമില്ല, അതുകൊണ്ട് മാനസികമായിട്ട് സംഘർഷപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാവിലെയും നിങ്ങൾക്ക് അത് തന്നെ ആയിരിക്കും അവസ്ഥ. എല്ലാവർക്കും അല്ല കേട്ടോ, ചിലർക്ക് രാത്രിയിൽ ഉറക്കമില്ലാതെ മറ്റു കാര്യങ്ങൾ ചിന്തിച്ചിരുന്ന് മാനസികമായി സംഘർഷപ്പെട്ടവർക്ക് രാവിലെ, അല്ലെങ്കിൽ പെയിൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഉറങ്ങാത്തവർക്ക് രാവിലെ ആകുമ്പോഴും അതിൻ്റെ ഒരു ഹാങ് ഓവറിലിരിക്കും, ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. നെക്സ്റ്റ് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം ധാരാളമായി വരും എന്നാണ്. ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും, കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും, കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. അതുപോലെ ചിലപ്പോൾ അലഞ്ഞ് തിരിഞ്ഞൊക്കെ നടക്കേണ്ടി വരും, അലച്ചിലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ സാരമില്ല, കുഴപ്പമില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും എന്നാണ്, കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്ട്രാ എഫേർട്ട് ഇടുകയും അതിൽ നിന്ന് ഏണിംഗ് ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ കൂടുതലായിട്ട് പണം ധാരാളമായിട്ട് കയ്യിലേക്ക് വരും. ചിലപ്പോൾ ഓവർ ടൈം ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഞാൻ ആദ്യം വായിച്ച മണിയുടെ എനർജിയിൽ പറഞ്ഞില്ലേ, നിങ്ങളൊരു എക്സ്ട്രാ ഇൻകം നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എക്സ്ട്രാ അതിൽ വർക്ക് ചെയ്ത് അതിൽ നിന്നൊരു ഏണിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് എന്നും ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് കൂടുതൽ പണം കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് കേട്ടോ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം വന്നിരിക്കുന്നത് ഹീറോഫൻ്റ് ആണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ പേഴ്സൺ, ഒരു ഗുരുവിനെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. ഗുരുവിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആളിൽ നിന്ന് ഗൈഡൻസ്, ഒരു മധ്യസ്ഥം ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുമ്പസരിക്കുന്നതോ, അല്ലെങ്കിൽ തിരുമേനിയോട് പോയി സങ്കടം പറയുന്നതോ, പ്രത്യേകം കാര്യം പറഞ്ഞ് വഴിപാട് നടത്തുന്നതോ, ധ്യാനം കൂടുന്നതോ ഒക്കെ ആകാം. അതല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതാവാം. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്ന് അവരോട് സംസാരിച്ച് ഗൈഡൻസ് എടുക്കുന്നതാവാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രശ്ന പരിഹാരത്തിന് നിങ്ങൾ മധ്യസ്ഥം പറയാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലും ചോദിക്കുന്നതായിരിക്കും. ചിലപ്പം നിങ്ങളുടെ സാമുദായിക നേതാക്കന്മാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പുരോഹിതന്മാരോടോ ചോദിക്കുന്നതായിരിക്കാം മധ്യസ്ഥം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കുന്നതാകാൻ സാധ്യതയുണ്ട്. ഒരു ഗുരുവാണ് കേട്ടോ, ഒരു സ്പിരിച്വൽ ഗുരുവാണ് ഈ പറഞ്ഞ ഹീറോഫൻ്റ്. അതുപോലെ നിയമപരമായിട്ട് ഇപ്പോൾ ഡിവോഴ്സ് ആകാൻ നിൽക്കുന്നവരാണെങ്കിൽ ഡിവോഴ്സ് ആകുന്നതായിരിക്കാം. അതല്ലെങ്കിൽ കോടതിയിൽ വിധിയൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ കോടതി വിധി വരുന്നതായിരിക്കും. അത്തരത്തിലൊക്കെ ഉള്ളൊരു എനർജിയാണ് ഈ ഹീറോഫൻ്റ്. നിയമത്തെ അനുസരിക്കുക കേട്ടോ, നിയമത്തെ അനുസരിച്ച് വേണം ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാൻ. അല്ലാത്ത വശം ചിലപ്പോൾ പെറ്റി കടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് ഇന്ന് നമുക്ക് തരുന്ന ഗൈഡൻസ്? ഇത് ഫൊർഗീവ്നെസ് ആണ്. അതായത് നമുക്ക് ചില ആളുകളോട് അവരെ മറക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ചില ആളുകളെ നമുക്ക് വിട്ടുകളയാൻ പറ്റാത്തത്, നമ്മളിപ്പോഴും അവരെ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടോ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ നമുക്ക് വിട്ടുകളയാൻ പറ്റാത്തത് അവരുമായിട്ടുള്ള കാർമികമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ആകത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് കാർമിക് സിറ്റുവേഷൻ എൻ്റെ ആകാൻ അവർക്ക് ഫൊർഗീവ്നെസ് കൊടുത്ത് വിട്ടുകളയുക, അവരോട് ക്ഷമിച്ചേക്കുക, അവർ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും അവരോട്
ക്ഷമിച്ചേക്കുക. നമ്മൾ അവരോടും ക്ഷമ ചോദിക്കുക. ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ ഞാനും ക്ഷമിക്കുന്നു. ഹോപ്പനൊപ്പനോ ചൊല്ലിയാൽ മതി. ഫൊർഗീവ്നെസ് കൊടുത്ത് വിട്ടയക്കാനാണ് പറയുന്നത്. ചില മനുഷ്യരോട് ചിലപ്പോൾ ഇന്നും ഭയങ്കര ഇറിറ്റേഷനും ദേഷ്യമൊക്കെ തോന്നും. അവരെങ്ങ് വിട്ട് കളഞ്ഞേക്കുക. ഫൊർഗീവ്നെസ് കൊടുത്ത് വിട്ട് കളഞ്ഞേക്കുക കേട്ടോ. റൊമാൻസാണ്. ഒരു റീയൂണിയൻ. നമ്മൾ ആദ്യമേ 2 ഓഫ് കപ്പ് കണ്ടല്ലോ, റീയൂണിയൻ്റെ കാർഡ് കണ്ടു. റിലേഷൻഷിപ്പിലേക്ക് സോൾമേറ്റ് എൻട്രി വരുന്നുണ്ട്. സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ സോൾമേറ്റ് ആയിട്ടുള്ള ആളാണെന്ന് നിങ്ങൾക്ക് അറിയാം. അയാൾ സെപ്പറേറ്റായി പോയതാണെങ്കിൽ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഇന്നൊരു റൊമാൻസ് ഉണ്ടാവുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ദെൻ ഇഫ് യു ബിലീവ്, ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിൽ വിശ്വസിക്കണം. 100% അതിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇക്കാര്യങ്ങളെല്ലാം ഫലത്തിൽ വരത്തുള്ളൂ. അപ്പോൾ അതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. ഇനി ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യണം കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.